ഒരു സന്തോഷ വാർത്തയുള്ളത്. ആത്മത്യാഗത്തിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും നോമ്പുതുറയുടെയും ആ വലിയ പ്രതീക്ഷ നാളെ ചെറിയ പെരുന്നാൾ എന്ന വാർത്തയാണ് എത്തുന്നത്. പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതിനാൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം കടലുണ്ടിയിൽ നിന്ന് മുബഷിർ പി അക്ബറും പാളയം പള്ളിയിൽ നിന്ന് അഷിൻഡിയാഗോയും തത്സമയം ചേരുന്നു. ആദ്യം മുബഷിറിലേക്ക്. മുബഷിർ, നാളെ ചെറിയ പെരുന്നാൾ അല്ലേ? ഇവർ നമസ്കാരം കഴിഞ്ഞാൽ തീർച്ചയായും അരുൺകുമാർ, റമദാനിലെ വ്രതം പൂർത്തിയാക്കി വിശ്വാസികൾ നാളെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പൊന്നാനിയിൽ മാസപ്പിറവി കണ്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ കോർണിഷ് മസ്ജിദിലെ സംയുക്ത മഹൽ ഖാസിയായ ഖലീൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ഖാസിമാർ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ 30-ഉം ഒമാനിലും കേരളത്തിലും ഈ വിധത്തിൽ ഇന്ന് റമദാൻ 29-മാണ്. ആ നിലയിൽ കേരളത്തിൽ ഉൾപ്പെടെ 29 റമദാനിലെ പ്രധാനുഷ്ഠ ദിനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുന്നത്. അതേസമയം റമദാനിലെ വ്രതം പൂർത്തിയാക്കി വിശ്വാസികൾ ഈദുൽ ഫിത്തർ നാളെ ആഘോഷിക്കും എന്നുള്ളത് തന്നെയാണ്. പൊന്നാനിയിൽ തന്നെയാണ് ഇത്തവണയും മാസപ്പിറവി കണ്ടിരിക്കുന്നത്. വിശ്വാസമനുസരിച്ച് ചന്ദ്രപ്പിറവി ദർശിച്ചാൽ നോമ്പനുഷ്ഠിക്കുക, അതുപോലെ തന്നെ ചന്ദ്രപ്പിറവി ദർശിച്ചാൽ പെരുന്നാൾ ആഘോഷിക്കുക എന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനം അനുസരിച്ചാണ് ഈ വിധത്തിൽ മാസപ്പിറവിക്ക് വേണ്ടി ഇത്തരത്തിൽ ഹാസിമാരും വിശ്വാസികളൊക്കെ തന്നെ കാത്തിരുന്നത്. എന്തായാലും 7:13 തന്നെ പൊന്നാനിയിൽ മാസപ്പിറവി കണ്ട പശ്ചാത്തലത്തിലാണ് നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്നൊരു പ്രഖ്യാപനം ഹാസിമാർ നടത്തിയിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 29 ദിനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസത്തിലെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ നാളെ കടക്കുന്നത്. പുതിയ വസ്ത്രങ്ങളൊക്കെ തന്നെ ധരിച്ചുകൊണ്ട് നാളെ പള്ളികളും മസ്ജിദുകളും ഒക്കെ തന്നെ ആ നിലയിൽ പ്രാർത്ഥന മുഖരിതമാകും. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ കടലുണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് പാളയം പള്ളിയിൽ നിന്നും നമുക്കൊപ്പം അഷിൻഡിയാഗോ കൂടി ചേരുന്നു. അഷിൻഡിയാഗോ, പാളയം പള്ളിയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കും. ഏതായാലും 29 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് മുസ്ലിം ജനത. നമ്മോടൊപ്പം പാളയം ഇമാം തന്നെ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. വിശ്വാസി സമൂഹം ഈദ്ഗാഹുകളിൽ നിന്നും അതുപോലെ തന്നെ മസ്ജിദുകളിൽ നിന്നുമെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത്, അങ്ങനെയുള്ള ഒരാഘോഷമാണ് ഈദുൽ ഫിത്തർ ആഘോഷമെന്ന് പറയുന്നത്. ജാതിമത വ്യത്യാസങ്ങളില്ല. ഈദിൻ്റെ സന്ദേശത്തിന് എല്ലാവർക്കും ഈദിൻ്റെ ആശംസകൾ നേരുന്നു എന്ന് മാത്രമല്ല, വിശ്വാസി സമൂഹത്തോട് എല്ലാവർക്കും ഈദിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ അയൽപക്കങ്ങളിലുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആളുകൾ, അതുപോലെ നമ്മുടെ കുടുംബ ബന്ധുക്കളായ ആളുകൾ, അതുപോലെ കുടുംബ ബന്ധമില്ലാത്ത അയൽവാസികൾ, ഇങ്ങനെ എല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബമാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിൻ്റെ കുടുംബമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ ചേർന്ന് നിന്നു, അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് നിന്നു. അതായിരുന്നു റമളാൻ. അള്ളാഹുവിലേക്ക് അടുത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി അള്ളാഹുവിൻ്റെ ദാസന്മാരിലേക്ക് കൂടി, അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് കൂടി അടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് കൂടി അടുത്തുകൊണ്ട്, അടിമകളോട് സന്തോഷം പങ്കുവെച്ചുകൊണ്ട്, ആരുടെയെങ്കിലും മനസ്സിൽ നമ്മളോട് വല്ല പിണക്കമോ വല്ല വിമ്മിഷ്ടമോ ഉണ്ടെങ്കിൽ ഈദ്ഗാഹിൽ വെച്ച് അതല്ലെങ്കിൽ മസ്ജിദിൽ വെച്ച് നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശീർവദിച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞാൽ അതോടുകൂടി തീരേണ്ടതാണ് എല്ലാ പിണക്കവും. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, പിണങ്ങിയവരിൽ ഉത്തമരായ ആളുകൾ സലാം കൊണ്ട് തുടങ്ങുന്നവരാണ്. അതുകൊണ്ട് സലാം കൊണ്ട് സംസാരിച്ച് തുടങ്ങുക. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള സലാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. നാളെയാണ് ചെറിയ പെരുന്നാൾ.